ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മത്തി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ പീരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, അതൊക്കെ നമ്മുടെ എരിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ മത്തി കൊണ്ടാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക മത്തിപ്പീര ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ചെറിയ മത്തി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് കൊടംപുളിയാണ് കേട്ടോ. കൊടംപുളിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ പുളിക്ക് നമുക്ക് കൊടംപുളി തന്നെ ചേർക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചെറിയ മത്തി കൊണ്ടും അതുപോലെ വത്തൽ മീൻ ഇതുകൊണ്ടൊക്കെ കേട്ടോ ഇത് ഉണ്ടാക്കുക. പിന്നെ ഇതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട വേറെ ഒന്നാണ് തേങ്ങ കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. കുറച്ച് കൂടുതൽ തേങ്ങ തന്നെ വേണം കേട്ടോ. അപ്പോൾ മത്തിയൊക്കെ ഈ വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊടംപുളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിലേക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം. മീനിൻ്റെ ഒപ്പാണ് കേട്ടോ വെള്ളമുള്ളത്. അപ്പോൾ അത് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കലില്ല, എൻ്റെ ഉമ്മ കേട്ടോ അത് ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ ഏകദേശം ഇതിൻ്റെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം ഫുള്ളായിട്ട് വറ്റണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയം ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തിയിലെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മത്തിപ്പീര. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.